TCSൽ സംഭവിച്ചത് സത്യമോ കള്ളമോ? കഴിഞ്ഞ 2 ദിവസങ്ങളായി വൻ രീതിയിൽ വാർത്തകൾ. അതിൽ നിർബന്ധിത മതപരിവർത്തനം, ലൈംഗിക ചൂഷണം, ഹിന്ദു ദേവീ ദേവന്മാരെ അനാദരിക്കൽ, ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കൽ തുടങ്ങിയ പല ആരോപണങ്ങളും കേട്ടു. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല, കൊടുത്തില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കരും ന്യൂസ് 18 ചാനലിലും വന്ന ഈ വസ്തുതകൾ നമ്മൾ പരിശോധിക്കുകയാണ്. ഇത് സത്യമാണോ കള്ളമാണോ? ഈ ഘട്ടത്തിൽ ഏതിനാണ് സാധ്യത കൂടുതൽ? എന്താണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അടിസ്ഥാന ആരോപണം, TCS എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്നിൽ നിർബന്ധിത മതപരിവർത്തനമടക്കം സംഭവിച്ചു എന്നും അവരെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം ഞാൻ ആദ്യം ആദ്യമേ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ പലപ്പോഴും ആദ്യം തന്നെ വീഡിയോ ചെയ്തതിന്റെ കാരണം ലോകത്ത് ഏറ്റവും കള്ളം പറയുന്നത് ട്രംപും തീവ്ര ഹിന്ദുത്വവാദികളുമാണ്. അതുകൊണ്ട് തീവ്ര ഹിന്ദുത്വവാദികളുടെ നെറേറ്റീവ് ആണോ ഇത് എന്ന് സംശയിച്ചിരുന്നു. പ്രത്യേകിച്ച് നിർബന്ധിച്ച് ബീഫ് കഴിക്കാൻ കൊടുത്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ റോയിറ്റേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു അലിഗേഷൻ എന്ന രീതിയിൽ, ആരോപണം എന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ന്യൂസ് 18 തന്നെ സത്യങ്ങൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ അഭിപ്രായം എനിക്കില്ല. നമുക്കറിയില്ല സത്യമാണോ കള്ളമാണോ എന്ന്. കോടതിയുടെ പ്രഥമ ദൃഷ്ട്യാ ഒരു നിരീക്ഷണമെങ്കിലും വന്നാൽ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഈ സ്റ്റേജിൽ അത് ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകം പൊതുവെ സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ പ്രൊഫഷണലിസത്തിന്റെയും മാതൃകയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ IT സേവനദാതാക്കളായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ TCSന്റെ നാസിക് യൂണിറ്റിൽ നിന്ന് അടുത്തിടെ പുറത്തു വരുന്ന വാർത്തകൾ ഈ ഒരു വിശ്വാസത്തെ മാറ്റുകയാണ്. പ്രൊഫഷണലായ തർക്കങ്ങൾ എന്നതിനേക്കാൾ ലൈംഗികാതിക്രമം, മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തൽ, നിർബന്ധിത മതപരിവർത്തന അതാണ് അതിലെ ഏറ്റവും പ്രധാനം. ഇത് പ്രൊഫഷണലായ തർക്കങ്ങളാണോ, എനിമിറ്റി ആണോ, ആ പരസ്പരമുള്ള ദേഷ്യവും പ്രൊഫഷണൽ കോമ്പറ്റീഷനും തീർക്കാൻ പരാതികൾ കൊടുത്തതാണോ എന്ന സങ്കോചം പലർക്കും ഉണ്ട്. ഞാൻ കേരളത്തിലെ പല മാധ്യമങ്ങളോട് സംസാരിച്ചു. അവര് ഈ സങ്കോചം കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ വേണ്ട രീതിയിൽ വാർത്തകൾ കൊടുക്കാത്തത്. ശ്രമങ്ങൾ തുടങ്ങി വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്. അതാണ് അടുത്ത പോയിന്റ്. ഗൗരവമായ ആരോപണങ്ങളാണ്. നമുക്ക് അതിനോട് യോജിക്കാം, വിയോജിക്കാം. പക്ഷെ അത് കൊടുക്കുക എന്ന മാധ്യമധർമ്മം നമ്മൾ കാണിക്കണം. അത് ചെയ്യാത്തതിന്റെ വേറൊരു കാരണം, തീവ്ര ഹിന്ദുത്വവാദികൾ അതൊരു അവസരമായിട്ട് എടുത്ത് പരമാവധി നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കും എന്നുള്ളത് കൊണ്ടാണ്. കോർപ്പറേറ്റ് ജിഹാദ് തുടങ്ങി നമുക്ക് പുതിയ കള്ളക്കഥകൾ അടിച്ചിറക്കും. അപ്പൊ അതുകൊണ്ടാണ് അവരത് നമ്മുടെ മാധ്യമങ്ങൾ ആ റെസ്ട്രെയിൻറ്റ് പാലിച്ചത്. ഒരു പ്രമുഖ ആഗോള കമ്പനിയുടെ ഉള്ളിൽ വർഷങ്ങളോളം ഇത്തരം പ്രവൃത്തികൾ നടന്നുവെന്ന വെളിപ്പെടുത്തൽ. വർഷങ്ങളോളം വെളിപ്പെടുത്തലല്ല, ആരോപണം. ഈ വർഷങ്ങളോളം എന്ത് നടന്നാലും അത് ഹിന്ദു മുസ്ലിം, മുസ്ലിം ഹിന്ദു, ഹിന്ദു ക്രിസ്ത്യൻ, ക്രിസ്ത്യൻ ഹിന്ദു, പെണ്ണാണിനെ പീഡിപ്പിച്ചു, ആണ് പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ വർഷങ്ങളോളം ഒന്ന് ആരെങ്കിലും പറഞ്ഞു തുടങ്ങിയ അപ്പം തന്നെ അതിനൊരു സംശയത്തിന്റെ എലിമെന്റ് അവിടെ നമ്മൾ എടുക്കണം. വി ഷുഡ് ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വളരെ സേഫ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തൊഴിലിടങ്ങളിൽ പോലും ജീവനക്കാർ നേരിടുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളിലേക്ക് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നു. ഈ വിവാദങ്ങളുടെ തുടക്കം കഴിഞ്ഞ മാർച്ച് 25-നാണ്. നാസികയെ ദേവ്ലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി നൽകിയ പരാതിയാണ് മഞ്ഞുമലയുടെ അഗ്രം പോലെ പുറത്തു വന്നത്. മുംബൈ നാഗ ഏരിയയിലെ BP ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഈ ഒരു യുവതി 2022 മുതൽ 2026 വരെയുള്ള കാലയളവിൽ താൻ നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ പോലീസിനോട് വിവരിച്ചു. തന്റെ 3 സഹപ്രവർത്തകർ, അതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട്, നിരന്തരമായിട്ട് തന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് അവർ ആരോപിച്ചു. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു ലൈംഗികാതിക്രമത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. ആ നേച്ചറിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല. അപ്പൊ അവിടെയാണ് ഇതിനൊക്കെ നമുക്കൊരു സംശയത്തോടു കൂടി മാത്രം നോക്കാൻ കഴിയുന്നത്. ലൈംഗിക ആരോപണങ്ങളും മതം മാറ്റവും ഒക്കെ ഒരുമിച്ച് പോകാത്ത കാര്യമാണ്. അതിനോടൊപ്പം ബീഫ് കഴിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ഈ കേരള സ്റ്റോറി 2 വരുന്ന പ്രൊപ്പഗാൻഡ ആണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു പുരുഷ സഹപ്രവർത്തകൻ തന്നെ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നവർ പരാതിയിൽ വ്യക്തമാക്കി. ഇത്രയും കാലം ഭയം മൂലമാണ് താൻ പുറത്ത് പറയാതിരുന്നതെന്നും. അതൊരു സ്ഥിരം നമ്പറാണ്. അതൊരു കേരള സ്റ്റോറിയുടെ കഥ ആരെങ്കിലും എടുത്ത് പറഞ്ഞതാണോ എന്ന് സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷെ സംശയത്തിന്റെ മുൾമുനകളുള്ള സ്ഥലത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കും. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ചൂണ്ടിക്കാണിക്കും. കാര്യം പലപ്പോഴും സ്ത്രീകളുടെ വ്യാജ പരാതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്നാൽ സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് പോലീസിനെ സമീപിച്ചതെന്നും അവർ പറയുന്നു. യുവതിയുടെ പരാതിയെ തുടർന്ന് നാസിക് പോലീസ് നടത്തിയ വീട്ടുകാർ പരാതി കൊടുത്തു എന്നൊരു വേർഷനും ഉണ്ട്. നമുക്ക് ശ്രീജിത്ത് പണിക്കരുടെ നിന്ന് കേൾക്കാം. അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കൂടുതൽ ജീവനക്കാർ പരാതിയുമായി മുന്നോട്ട് വരാൻ പോലീസ് അഭ്യർത്ഥിച്ചു. ഇതിന്റെ ഫലമായിട്ട് ഏപ്രിൽ ആദ്യ വാരത്തോടെ 9 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൽ 8 എണ്ണവും വനിതാ ജീവനക്കാർ നൽകിയ ലൈംഗികാതിക്രമ പരാതികളായിരുന്നു.
ഒൻപതാമത്തെ പരാതി ഒരു പുരുഷന്റേതായിരുന്നു. തന്റെ മതവികാരങ്ങളെ ചില സഹപ്രവർത്തകർ മനഃപൂർവ്വം ഉരുപ്പെടുത്തി എന്നായിരുന്നു അത്. ഇനി ടീം ലീഡർമാർ ഉൾപ്പെടെയുള്ള ഉന്നത പദവികളിൽ ഇരിക്കുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്നത് സംഭവത്തിന്റെ ആ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു തൊഴിലിടം അത് സത്യമാണ്. പൊസിഷൻസ് ഓഫ് പവറിൽ ഇരിക്കുന്നവർ ആണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം നമുക്ക് അവരെ റെസിസ്റ്റ് ചെയ്യാനും എതിർത്ത് പറയാനും ഒക്കെ ഉള്ള സാധ്യത കുറവായതുകൊണ്ട്. എങ്ങനെയാണ് ടോക്സിക് ആയി മാറുന്നതെന്ന് ഈ ഒരു പരാതിയുടെ അല്ലെങ്കിൽ ഈ ഇത്രയും പരാതികളുടെ ആ ഒരു സ്വഭാവം പരിശോധിച്ചാൽ വ്യക്തമാകും. ഇനി ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ വശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കമ്പനിയുടെ ഇന്റേണൽ ആഭ്യന്തര സംവിധാനങ്ങളുടെ പരാജയമാണ്. അതായത് പരാതി നൽകിയ പല ജീവനക്കാരും നേരത്തെ തന്നെ കമ്പനിയുടെ HR വിഭാഗത്തെ കോൺടാക്ട് ചെയ്തിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അക്കാലത്തൊന്നും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് അവർ ആരോപിക്കുന്നു. ജീവനക്കാരുടെ പരാതികൾ കേൾക്കാനും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബാധ്യസ്ഥരായ HR വിഭാഗം കണ്ണടച്ചു നിന്നതാണ് ഇത്തരം അതിക്രമങ്ങൾ വർഷങ്ങളോളം തുടരാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. വർഷങ്ങളുടെ കഥയിൽ എപ്പോഴും എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ സെക്ഷൽ ഹരാസ്മെന്റ്, മതപരിവർത്തനത്തിനുള്ള നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്ന കാര്യം. നമുക്ക് നോക്കാം ശരിയാണോ എന്നറിയില്ല. നമുക്ക് ശ്രീ ശ്രീജിത്ത് പണിക്കർ പറയുന്നതും കൂടി ഒന്ന് കേൾക്കാം. ശ്രീ ശ്രീജിത്ത് പണിക്കരും മലയാള മാധ്യമങ്ങൾ മുക്കി എന്നുള്ള ആരോപണമായിട്ട്, അതായത് അത് സത്യമാണ്, കേരള മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ ഇതിന് പ്രാധാന്യം കൊടുത്തില്ല എന്ന് ശ്രീ ശ്രീജിത്ത് പണിക്കർ പറയുന്ന വാദം ശരിയാണ്. അതിന്റെ കാരണവും ഇതാണ്, തീവ്ര ഹിന്ദുത്വവാദികൾ അത് വെച്ച് കേരളത്തിൽ സ്പർദ്ധ ഉണ്ടാക്കും. അതുകൊണ്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എന്താണ് രാജ്യത്തെ മൊത്തത്തിൽ പിടിച്ചുലച്ച TCS വിവാദം, അഥവാ എന്താണ് മിക്ക മലയാള മാധ്യമങ്ങളും മുക്കിയ TCS വിവാദം? ഈ ചോദ്യമാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട IT സ്ഥാപനങ്ങളിൽ ഒന്നാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അഥവാ TCS. അവരുടെ നാഷിക്കിലുള്ള ഒരു BPOയിൽ ഏതാണ്ട് 150ഓളം ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. അവിടെ നടന്നിരിക്കുന്ന, അതും ഒരു ദിവസമല്ല 4 വർഷത്തോളം നീണ്ടു നിന്നിരിക്കുന്ന ഒരു പീരീഡിൽ 2022 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന കൊടിയ പീഡനത്തിന്റെ, വർക്ക് പ്ലേസ് ഹരാസ്മെന്റിന്റെ, തൊഴിലിടത്തിലെ ഏറ്റവും മോശമായ രീതിയിലത്തേക്കുള്ള ട്രീറ്റ്മെന്റിന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ഇത് റൂമർ അല്ല, ഇത് സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. മഹാരാഷ്ട്രയിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്ത് നടത്തുന്നു. ഈ വിഷയത്തിനെ TCS സ്ഥിരീകരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പോലീസ് കേസ് നടത്തുന്നു. നമുക്കറിയില്ല, ഇതൊരു നെറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടി BJP സർക്കാർ കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു നെറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നതാണോ എന്നറിയില്ല. അവിടെ സ്ഥിരീകരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടെ കറക്റ്റ് പോലീസ് FIR എടുത്തു, 9 FIRകൾ ഇട്ടു, 7 പേരെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും മെറിറ്റ് അതിൽ കാണും എന്ന് അനുമാനിക്കാനേ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ അറസ്റ്റിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറവാണ്. ഇനി അത് കുടിക്കിയതാണോ എന്നറിയില്ല, അത് നോക്കണം. ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും നമ്മുടെ നാട്ടിലുള്ള മിക്ക മലയാള മാധ്യമങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. ഈ ഒന്ന് ന്യൂസ് 18 മാത്രമാണ് കൊടുത്തത്, ജനം കൊടുത്തോന്നല്ല ഞാൻ കണ്ടില്ല. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കമ്പനിയോടുള്ള താല്പര്യം കൊണ്ടാണ് എന്ന് കരുതാൻ കഴിയില്ല. മറിച്ച് അതും സത്യമാണ്. അത് കമ്പനിയോടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, അത് മീഡിയക്കാരുടെ അജണ്ടയല്ല. എന്തുകൊണ്ടെന്നാൽ ഇത്തരം വാർത്തകൾക്ക് ഒരു അവിശ്വസനീയതയുണ്ട്. TCS പോലൊരു കമ്പനിയിൽ എങ്ങനെ വർഷങ്ങളോളം പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു അവിശ്വസനീയതയുണ്ട്. അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതും ശ്രീജിത് ഭായ് മനസ്സിലാക്കണം. വിഷയങ്ങളുടെ ഗുരുതരാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരുപക്ഷെ പൊതുവിടത്തിൽ ചർച്ച ചെയ്യുന്നത് അവരുടെ തന്നെ അജണ്ടയ്ക്ക് അത് സ്യൂട്ടബിൾ ആവില്ല എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് മാത്രമേ കരുതാൻ കഴിയൂ. കാരണം കേരള സ്റ്റോറി അടക്കമുള്ള സിനിമകൾ, അതിന്റെ ഇതിവൃത്തം ഇതിനെക്കുറിച്ച് അങ്ങേയറ്റം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ, അതിനെ കേരള സ്റ്റോറി കള്ളം പറയാണ്, അത് മറ്റൊരു വിഷയമാണ്. ആദ്യം കേരള സ്റ്റോറി 1-ൽ 3 പെൺകുട്ടികളാണ് പോയത്, അതിനെ 32,000 ആക്കി കാണിച്ചു. കേരള സ്റ്റോറി 2-ൽ ബീഫ് കഴിക്കുന്നത് പോലത്തുള്ള അബ്സല്യൂട്ട് ട്രോപ്സ്, അതായത് അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡ സാധനങ്ങൾ കാണിച്ചു. ഇത് രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഈ കേരള സ്റ്റോറിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഇനി നാളെ സീരിയസ് ആയിട്ട് ഏതെങ്കിലും നിർബന്ധിത മതപരിവർത്തനത്തിന്റെ വിഷയം വന്നാൽ പോലും ആൾക്കാർ ഏറ്റെടുക്കാത്തത് അത്രമാത്രം തീവ്ര ഹിന്ദുത്വവാദികൾ ഈ വിഷയത്തെക്കുറിച്ച് കള്ളം പറയുന്നു. ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഹിന്ദുത്വവാദികളോട് പറയാറുണ്ട്, നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഇൻസ്റ്റൻസുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ മകൻ അങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. അപ്പം ചരിത്രത്തിൽ അങ്ങനെ ഇൻസ്റ്റൻസസ് ഉണ്ട്, ഇല്ല എന്നല്ല. പകരം പലപ്പോഴും ഇത് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഹൈപ്പ് ചെയ്യുകയും ഇസ്ലാമോഫോബിയ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി തീവ്ര ഹിന്ദുത്വവാദികളിൽ പലരും ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ ശ്രീ ശ്രീജിത്ത് പണിക്കരെ പോലെ കുറെ കൂടി ഉത്തരവാദിത്തോടെ പറയുന്ന ഒരാൾ, റെസ്പോൺസിബിളായി പറയുന്ന, ഫാക്ച്വലായി പറയുന്ന ഒരാൾ, അതുകൊണ്ടാണ് അദ്ദേഹം അടക്കം പറയുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൂർണ്ണമായും തിരസ്കരിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിന്നിരുന്ന പല മാധ്യമങ്ങളുമാണ് കേരളത്തിലുള്ളത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. അതുകൊണ്ട് എന്താണ് നാഷിക്കിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം, എന്താണ് ഇനി ഇതിന്റെ അനന്തര നടപടികൾ എന്നിവയെ കുറിച്ച് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ. നോക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ TCSന്റെ ഒരു BPOയിലാണ് ഈ സംഭവം. ഈ സംഭവം നടക്കുന്നത് തന്നെ ഇതിൽ ഇരയാക്കപ്പെട്ടിരിക്കുന്ന
ഒരു പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഒരു പരാതിയെ തുടർന്നാണ്. ഇതാണ് രണ്ട് വേർഷൻസ്. അതായത് പെൺകുട്ടി പരാതി കൊടുത്താലും, നേരത്തെ നമ്മൾ ന്യൂസ് 18 കണ്ട പെൺകുട്ടി പരാതി കൊടുത്തു എന്നാണ്, ഇത് കുടുംബം പരാതി കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ശ്രീജിത്ത് പണിക്കർ പറയുന്നതാണ് കുറച്ചുകൂടെ ഫാക്ച്വൽ. കുടുംബം പരാതി കൊടുത്തു എന്നാണ് ഞാൻ വായിച്ചത്. അവരുടെ മകൾ 20കളുടെ തുടക്കത്തിലാണ് പ്രായം. ആ മകളുടെ സ്വഭാവത്തിൽ കുറേയധികം വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ഒരു ഹിന്ദു വിശ്വാസിയായിട്ടുള്ള പെൺകുട്ടി അടുത്ത കാലത്തായിട്ട് ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട രീതിയിലത്തേക്ക് അവരുടെ ജീവിത രീതി തന്നെ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. ഇത് ഇവരുടെ ജോലി സ്ഥലത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റമാണ് എന്ന രീതിയിലാണ് ഈ വീട്ടുകാരെല്ലാവരും തന്നെ സംശയിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു പരാതിയായിട്ട് പോലീസിൽ ചെല്ലുന്നു. പോലീസ് ഇത് ഗൗരവമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി പോലീസ് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തുന്നു. അവിടെയാണ് എനിക്ക് പ്രധാനപ്പെട്ട സംശയങ്ങളുള്ളത്. ശ്രീ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ വേർഷനാണ് കുറെ കൂടെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. ന്യൂസ് 18 പറഞ്ഞതും ആദ്യം കണ്ട വേർഷനാണ്. പക്ഷേ പോലീസ് ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ ഒക്കെ നടത്തി എന്നുള്ളതാണ്. ഒരാൾ അങ്ങനെ മതം മാറിയെന്നോ ജീവിതത്തിൽ മതപരിവർത്തനം നടത്തിയെന്നോ എന്നുള്ള കാര്യം വരികയാണെങ്കിൽ ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ പോലെ ചെയ്യാനുള്ള ഗൗരവം പോലീസിനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതായത് അയാൾ ഹിന്ദു ക്രിസ്ത്യനോ, ക്രിസ്ത്യൻ ഹിന്ദുവോ, ഹിന്ദു മുസ്ലിമോ, മുസ്ലിം ഹിന്ദുവോ ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരു അണ്ടർ കവർ ഓപ്പറേഷന് പോലീസുകാർ ഇത്രയും വിപുലമായ ഒരു സെറ്റപ്പ് കൊടുക്കാൻ സാധ്യതയുണ്ടോ? അവിടെയൊക്കെയാണ് നമുക്ക് പ്രത്യേകിച്ച് BJP ഗവൺമെന്റ് ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല. ദേവേന്ദ്ര ഫഡ്നാവിസ് ഒക്കെ കുറെ കൂടെ അക്സെപ്റ്റബിളും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ്. പക്ഷെ സംശയം ജനിക്കുന്നത് അത്തരം ഒരു ആരോപണത്തിന് പോലീസ് അണ്ടർ കവർ ഓപ്പറേഷന്റെ ഭാഗമായി TCSനുള്ളിൽ എംപ്ലോയീസ് ആയി വന്ന് നിന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അതിശയോക്തിയും അവിശ്വസനീയതയുമുണ്ട്. ശ്രീ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് വൻ രീതിയിൽ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതിലൊരു അവിശ്വസനീയത ഉണ്ടാകുന്നതിന്റെ കാര്യം അത്തരമൊരു ആരോപണം മാത്രം വന്ന രീതിയിൽ എന്ത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ് എടുത്തത് എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പോലീസ് ഇങ്ങനെ എലാബറേറ്റ് ആയിട്ട് കാര്യം ചെയ്തോ എന്ന കാര്യത്തിൽ അവിടെയാണ് പൂർണ്ണമായിട്ടൊന്നും പോലീസിനെ വിശ്വസിക്കാൻ പറ്റൂല. കേരള പോലീസിനെ വിശ്വസിക്കാൻ പറ്റൂല, മഹാരാഷ്ട്ര പോലീസിനെ വിശ്വസിക്കാൻ പറ്റില്ല, ഒരു പോലീസിനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം, അതിൽ പുരുഷ പോലീസുകാരുണ്ട്, വനിതാ പോലീസുകാരുണ്ട്, അവരെല്ലാവരും തന്നെ വേഷപ്രച്ഛന്നരായിട്ട്, അതിൽ വനിതാ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ BPOയിലെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് അവിടെ എത്തുന്നു. അതിനുശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അവർ കൃത്യമായി പരിശോധിച്ച് പോലീസിന് റിപ്പോർട്ട് കൊടുക്കുന്നു. അങ്ങനെ ഈ ആരോപണത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ചില പ്രവണതകൾ അവിടെയുണ്ട്, ചില പ്രാക്ടീസുകൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു FIR ഇടാനായിട്ട് തീരുമാനിക്കുന്നു. അതോടുകൂടി ഈ വാർത്ത TCSലുള്ള മറ്റ് എംപ്ലോയീസും അറിയുന്നു. ആ സമയത്ത് ഒരാഴ്ച കാലയളവിനുള്ളിൽ പുതുതായിട്ട് 8 പരാതികൾ കൂടി വരികയാണ്. അങ്ങനെ മൊത്തം 9 FIR ആണ് പോലീസ് ഇടുന്നത്. ഈ പരാതി കൊടുത്തിരിക്കുന്നതെല്ലാം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന പെൺകുട്ടികളാണ്, ഒരാൾ പുരുഷനാണ്. ഈ പരാതികൾ ആർക്കെതിരെയാണോ ചുമത്തപ്പെട്ടിരിക്കുന്നത് അത് എല്ലാവരും മുസ്ലിങ്ങളുമാണ്. ചുരുക്കി പറഞ്ഞാൽ 9 FIR ഉണ്ട്. 7 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഈ പ്രതിസ്ഥാനത്തുള്ള ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെയാണ്: ആസിഫ് അൻസാരി, ഷഫി ഷെയ്ഖ്, ഷാരൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസീഫ് അത്തർ, മുഹമ്മദ് ഡാനിഷ് ഷെയ്ഖ്. ഇത് കൂടാതെ TCSന്റെ തന്നെ HR വിഭാഗത്തിലുള്ള നിദ ഖാൻ എന്നുള്ള ഒരു വനിതയും ഇതിന്റെ പ്രതിസ്ഥാനത്തുണ്ട്. അവരാണ് മാസ്റ്റർ മൈൻഡ് എന്ന അലിഗേഷൻ വരുന്നത്. ശരിയാണോ എന്നറിയില്ല, നമുക്ക് അലിഗേഷൻ അതിൽ നിദ ഖാൻ ആദ്യം ഒളിവിലാണ് എന്ന വാർത്ത വന്നിരുന്നു. എന്തായാലും എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോ പോലീസ് കൺഫേം ചെയ്യുന്നത്. നിദ ഖാനെ അടക്കം കിട്ടിയില്ല എന്നും വാർത്തകളുണ്ട്, അറിയില്ല കൂടുതൽ വാർത്തകൾ. നിദ ഖാനും തൗസീഫ് അത്തറുമാണ് ഈ ഒരു ക്രൂരകൃത്യത്തിന്റെ മൊത്തം മാസ്റ്റർ മൈൻഡ് എന്ന നിലയിലാണ് പോലീസിന്റെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത്. ഈ പരാതിക്കാരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ അങ്ങേയറ്റം ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. അതിൽ ലൈംഗിക പീഡനമുണ്ട്, അവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ട്, അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമുണ്ട്, അവരുടേതായിട്ടുള്ള ഹിന്ദു മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള അധിക്ഷേപമുണ്ട്, ഒപ്പം ഇസ്ലാം മതത്തിലേക്കുള്ള നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ഭീഷണിയും പ്രേരണയും ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗുരുതരമായിട്ടുള്ള കുറേയധികം പരാമർശങ്ങളാണ്, ആരോപണങ്ങളാണ് ഇവരുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും ആ കമ്പനിയിൽ ഈ പരാതി കൊടുത്തിരിക്കുന്ന ആൾക്കാരെക്കാൾ ഉയർന്ന പൊസിഷനുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പൊസിഷന്റെ സീനിയോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇവരെ എല്ലാവരെയും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള, അത് നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ പൊസിഷൻ ഓഫ് പവർ ഇരിക്കുന്നവർ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാൻ കഴിയും. പൊസിഷൻ ഓഫ് പവർ ഇരിക്കുന്നവർക്ക് എതിരെയാണ് നിയമം നിൽക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല, ഒരു പവർ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാനാണ്. അവർ വിധേയരാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇതിൽ ആരോപണങ്ങളുടെ സ്പെസിഫിക്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ നിർബന്ധമായിട്ട് നിസ്കരിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു കുറ്റമുണ്ട്. റമദാൻ മാസത്തിൽ അവരോട് ഉപവസിക്കണം എന്ന് നിർബന്ധിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ബീഫ് കഴിക്കാനായിട്ട് നിർബന്ധിച്ചു എന്നുള്ള ആരോപണമുണ്ട്. ഹിന്ദു ദൈവങ്ങളെ അപമാനിച്ചു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഫോട്ടോകളും വീഡിയോകളും ഉപയോഗിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ള ഒരു ആരോപണമുണ്ട്. അങ്ങനെ ലൈംഗിക പീഡനം, സ്റ്റോക്കിംഗ്, അവരുടെ പൊസിഷൻ മിസ്യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ,
നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാമുള്ള ഒരു പ്രേരണയാണ് അവിടെ ഉണ്ടായത് എന്ന രീതിയിലാണ് ഈ പരാതികളെല്ലാം വായിച്ചതിൽ നിന്ന് പോലീസിന് ബോധ്യപ്പെട്ടത്. അവിടെയാണ് ചില കാര്യങ്ങളിൽ സംശയം തോന്നുന്നത്. ഇതിൽ നിന്ന് 2-3 ലേണിങ്ങുകളുണ്ട്. ഇതിന്റെ സത്യം എന്താണ്, മിഥ്യ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബീഫ് കഴിക്കാൻ നിർബന്ധിച്ചു പോലുള്ളത് പലപ്പോഴും ബാലിശമായി തീവ്ര ഹിന്ദുത്വവാദികൾ ഉണ്ടാക്കുന്ന ഒരു കള്ളത്തരമാണ്. അതായത് ബീഫിനെ കുറിച്ച് ആരെങ്കിലും തമാശയും മറ്റും പറഞ്ഞാൽ പോലും അത് ഞങ്ങളുടെ മതവികാരം വ്രണപ്പെട്ടു. ഇന്നലെ ഷിയാസും അനുമോളും കൂടിയുള്ള ഒരു സംസാരത്തിന് തീവ്ര ഹിന്ദുത്വവാദികൾ അങ്ങനെ പറയുന്നതായിട്ട് കണ്ടു. അതായത് ബീഫ് കഴിക്കില്ലേ എന്ന് ഷിയാസ് അനുമോളോട് ചോദിച്ചപ്പോൾ ഞാൻ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം നീ ബീഫ് കഴിക്കാത്തതാണോ, ഡയറ്റിംഗ് ആണോ, BJP ആണോ എന്ന് ചോദിച്ചു. അപ്പം ഇത്തരം കാര്യങ്ങളെ തീവ്ര ഹിന്ദുത്വവാദികൾ ഷിയാസ് എന്ന് പറയുന്ന ജിഹാദി അവളെ ബീഫ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും അല്ല, ആൾക്കാർ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുപോലെയാണോ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ വിശ്വാസ്യത ഭയങ്കരമായി കുറയുന്നു. അതായത് ചിലത് ട്രോപ്പുകളാണ്. ഏറ്റവും എളുപ്പം ആൾക്കാരെ കുടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, നിർബന്ധിത മതപരിവർത്തനം, അത് പലപ്പോഴും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കെതിരെയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. ഈ രീതിയിലുള്ള ബീഫ് കഴിപ്പിക്കാൻ നിർബന്ധിച്ചു, ജിഹാദ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിമായിട്ട് മതം മാറ്റാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ, അത് പലപ്പോഴും മുസ്ലിം സമൂഹത്തിന് നേരെയാണ് അതിന്റെ ഉന്നം വരുന്നത്. പുരുഷന്മാർക്ക് നേരെയാണ് ഈ ലൈംഗിക പീഡനം പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇത് ഓഫീസ് പൊളിറ്റിക്സ് ആണോ അതോ പിന്നീട് പരസ്പരം അടികൂടി മാറിയതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ഈ ആരോപണങ്ങൾ ചർച്ച ചെയ്യണമെന്ന നമ്മുടെ ശ്രീ പണിക്കരുടെ നിലപാട് കറക്റ്റാണ്. ആരോപണങ്ങളിൽ ഒരു അവിശ്വസനീയത എലിമെന്റ് ഉണ്ട് എന്ന കാര്യവും സത്യമാണ്. അപ്പോൾ ഇത് തീവ്ര ഹിന്ദുത്വവാദികൾ മൈലേജിന് വേണ്ടി ഉപയോഗിക്കുകയും കേരളത്തിൽ വീണ്ടും സംഘർഷങ്ങളും, അല്ലെങ്കിൽ കേരളത്തെ ഈ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ പോലെ ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന സാധനങ്ങളാക്കി മാറ്റാൻ നമ്മൾ സമ്മതിക്കരുത്. ആ ഉത്തരവാദിത്വത്തിലാണ് മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ കവർ ചെയ്യാത്തത്. പക്ഷേ കുറച്ചുകൂടി ഒരു സെൻസ് ഓഫ് ബാലൻസ് വെച്ച് ഇത് തീർച്ചയായും ചെയ്യണം. ഇപ്പം ജാതിയെക്കുറിച്ച് നമുക്കെല്ലാം പ്രിയപ്പെട്ട നിതിൻ മരിക്കുകയുണ്ടായി. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ജാതിയുടെ വിഷയത്തിൽ അതിശക്തമായി നമ്മൾ ഇടപെടുന്നില്ലേ? അപ്പൊ അതേപോലെ ജാതിയും മതവും ഒക്കെ സെൻസിറ്റീവ് ടോപ്പിക്സ് ആണ്. ആ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കി നമുക്ക് ഇടപെടാൻ കഴിയണം. ഈ ആരോപണങ്ങൾ പ്രധാനമാണ്, ആ ആരോപണങ്ങൾ ചർച്ച ചെയ്യണം. പക്ഷേ ആരോപണങ്ങൾ ശരിയാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ് എൻ്റെ നിഗമനം. കാര്യം യൂഷ്വലി നമ്മൾ നമ്പറായിട്ടിടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കാണാൻ കഴിയും. അതായത് പീഡനം, വർഷങ്ങളായി പീഡിപ്പിക്കുന്നു, നിർബന്ധിത പരിവർത്തനം, ബീഫ് നിർബന്ധിച്ച് കഴിപ്പിച്ചു, നിർബന്ധിച്ച് നിസ്കരിപ്പിച്ചു, ഭീഷണിപ്പെടുത്തി, മറ്റേ ഫോട്ടോയും എടുക്കൂ. അപ്പൊ സ്ഥിരമായിട്ടിടുന്ന കുറെ നമ്പറുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വിശ്വസനീയത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കത് വെയിറ്റ് ചെയ്യാം. പക്ഷെ തീർച്ചയായിട്ടും ആ വിഷയം ചർച്ച ചെയ്യണം. അതിനെ തമസ്കരിക്കുകയല്ല, അതിനെ വെൽ ബാലൻസ്ഡായി അഡ്രസ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. സത്യമാണോ മിഥ്യയാണോ എന്നറിയില്ല. കുറെ കാലം മുമ്പ് ഇതേപോലെ കർണാടകത്തിലുള്ള അമ്പലത്തിനെതിരെ, ധർമ്മസ്ഥലയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. അവസാനം ധർമ്മസ്ഥലയുടെ ആരോപണങ്ങളെല്ലാം, അതായത് 100 കണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം വന്ന പലരും ഓർമ്മ കാണും. അവസാനമാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത് ധർമ്മസ്ഥലയിൽ അങ്ങനെ പിള്ളേരൊന്നും മരിച്ചതല്ല, അത് അവിടുത്തെ ആള് ദേഷ്യം തീർക്കാനും പറ്റും ചെയ്തതാണ്. അതുപോലെ ഇതാവാതിരിക്കട്ടെ. സത്യം എന്താണോ അതാണ് പ്രധാനം. സത്യമാണ് ദൈവം.